വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ദി പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ് ആർ കോൾഡ് ഡൈകോട്ടിലിഡൻസ്. മനസ്സിലായില്ലേ? 2 കോട്ടിലിഡനുള്ള ചെടികളെയാണ് ഏത് ചെടിയുടെ സീഡ്സിലാണോ 2 കോട്ടിലിഡൻസ് ഉള്ളത് അങ്ങനത്തെ ചെടികളെ ഡൈകോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. വാട്ട് ആർ മോണോകോട്ടിലിഡൻസ്? പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഓൺലി 1 കോട്ടിലിഡൻ ഇൻ ദ സീഡ്സ് ഈസ് കോൾഡ് മോണോകോട്ടിലിഡൻസ്. ആദ്യത്തെ ഡൈകോട്ടിലിഡൻ്റെ എക്സാമ്പിൾ കൗപ്പി, ചിക്പി അവയൊക്കെയാണ്. ഇനി മോണോകോട്ടിലിൻ്റെ എക്സാമ്പിൾ മെയ് സീഡ്സ് ഉണ്ട്, സീരിയൽ സീഡ്സൊക്കെ അങ്ങനെയാണ്, പാഡി സീഡ്സ് ഒക്കെ. ദെൻ കോക്കനട്ടും മോണോകോട്ടിലിഡനാണ്. അടുത്ത, ഹൂ വാസ് ജാനകി അമ്മാൾ? ഷീ വാസ് ആൻ ഇന്ത്യൻ ബൊട്ടാണിസ്റ്റ്. ഷീ പ്ലേഡ് എ കീ റോൾ ഇൻ ദ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. ഷീ വാസ് ദ ഹെഡ് ഓഫ് ദി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആരായിരുന്നു ജാനകി അമ്മാൾ? ഇന്ത്യൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ സർവേയുടെ ഹെഡായിരുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാമൽ ഇൻ ദ ഹോട്ട് ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ ആൻഡ് ക്യാമൽസ് ഇൻ ദ കോൾഡ് ഡെസേർട്ട്സ് ഓഫ് ലഡാക്ക്? രാജസ്ഥാനിലെ ചൂടുള്ള മരുഭൂമിയിലെ ഒട്ടകങ്ങളും ഇവിടെ ലഡാക്കിലെ തണുത്ത മരുഭൂമിയിലെ ഒട്ടകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്ര നോക്കാം. ലോങ് ലെഗ്സ് ആൻഡ് വൈഡ് ഹൂഫ്സ് ആർ ഫൗണ്ട് ഇൻ ദ ക്യാമൽസ് ഓഫ് ഹോട്ട് ഡെസേർട്ട്സ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഹോട്ട് ഡെസേർട്ട്സിലുള്ള ഒട്ടകങ്ങൾക്ക് കാൽനീളം കൂടുതലാണ്, അതുപോലെ തന്നെ കുളമ്പുകളുടെ വലിപ്പവും കൂടുതലാണ്. ഷോർട്ട് ലെഗ്സ് ആൻഡ് നോട്ട് സോ വൈഡ് ഹൂഫ്സ് ഇൻ ദ ക്യാമൽ ഓഫ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിലെ ഒട്ടകങ്ങൾക്ക് കാൽനീളം കുറവാണ്. അവയുടെ ഹൂഫിന് പറയുന്ന ഈ മുകളിൽ പറയുന്ന പോലുള്ള വലിപ്പമില്ല. അലൗ ദം ടു വോക്ക് ഈസിലി ഇൻ ദ മൗണ്ടനീസ് റീജിയൻ. അങ്ങനെ വരുമ്പോൾ അവർക്ക് മൗണ്ടനീസ് റീജിയനിൽ നന്നായി നടക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഷോർട്ട് ലെഗ്സ് ആൻഡ് നോട്ട് സോ വൈഡ് ഹൂഫ്സ്. ചെറിയ കാലുകൾ, നീളം കുറഞ്ഞ കാലുകളും വലിയ വിസ്തൃതമല്ലാത്ത കുളമ്പുകളുമുണ്ട് ഇൻ ദ ക്യാമൽസ് ഓഫ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിലെ ഒട്ടകങ്ങൾക്ക്. ഇറ്റ് അലൗ ദം ടു വോക്ക് ഈസിലി ഇൻ മൗണ്ടനീസ് റീജിയൻ. മൗണ്ടൻ റീജിയനിൽ നടക്കാൻ അവയെ സഹായിക്കും ഇങ്ങനെയുള്ള കുളമ്പ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ ഹോട്ട് ഡെസേർട്ട്? ഹോട്ട് ഡെസേർട്ടിലെ ആനിമൽസിനും പ്ലാന്റ്സിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ ഡെസേർട്ട് ക്യാൻ ടോളറേറ്റ് ആൻഡ് സർവൈവ് ബോത്ത് ഹോട്ട് കണ്ടീഷൻസ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് കോൾഡ് കണ്ടീഷൻ ഡ്യൂറിങ് ദ നൈറ്റ്. ഇപ്പോൾ ഈ മരുഭൂമിയിലെ പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ദേ ക്യാൻ ടോളറേറ്റ് ആൻഡ് സർവൈവ്. അവയ്ക്ക് സഹിക്കാനും അതിജീവിക്കാനും കഴിയും. ബോത്ത് ഹോട്ട് കണ്ടീഷൻ ഡ്യൂറിങ് ദ ഡേ, പകലിലുള്ള ചൂടും, ആൻഡ് കോൾഡ് കണ്ടീഷൻ ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയുള്ള തണുപ്പും. ഇത് രണ്ടും അതിജീവിക്കാൻ അവർക്ക് കഴിയും. അടുത്തത്, ദ ഫ്ലഷ് സ്റ്റെംസ് ഓഫ് ഡെസേർട്ട് പ്ലാന്റ്സ് ക്യാൻ സ്റ്റോർ വാട്ടർ ആൻഡ് ഹെൽപ്പ് ദം ടു ടോളറേറ്റ് ദ ഹോട്ട് കണ്ടീഷൻസ് ഓഫ് ദിസ് പ്ലേസ്. നല്ല ഫ്ലഷിയാണ് അവിടുത്തെ ചെടികളുടെ തണ്ടിനൊക്കെ. അപ്പോൾ കള്ളിമുൾച്ചെടികളുടെ തണ്ടിന് നല്ല ഫ്ലഷിയില്ല എന്ന് പറഞ്ഞ പോലെ. ദ ഫ്ലഷ് സ്റ്റെംസ് ഓഫ് ഡെസേർട്ട് പ്ലാന്റ് ക്യാൻ സ്റ്റോർ വാട്ടർ. അതിൻ്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിച്ച് വെക്കാൻ കഴിയും. ആൻഡ് ഹെൽപ്പ് ദം ടു ടോളറേറ്റ് ദ ഹോട്ട് കണ്ടീഷൻസ് ഓഫ് ദിസ് പ്ലേസ്. ഈ പ്രദേശത്തെ ചൂടിനെ അതിജീവിക്കാൻ അങ്ങനെ അവർ കഴിയും. അടുത്തത് 6ാമത്തെ ചോദ്യം, വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇനേബിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ടു സർവൈവ് ഇൻ ദ പർട്ടിക്കുലർ റീജിയൻ ആർ കോൾഡ് അഡാപ്റ്റേഷൻ. ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നു, അതാണ് അഡാപ്റ്റേഷൻസ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇനേബിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ആർ കോൾഡ് അഡാപ്റ്റേഷൻ. അതൊക്കെ പഠിക്കണം കേട്ടോ. വാട്ട് ഈസ് ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലേസ് വെയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലീവ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. ജന്തുക്കളും സസ്യങ്ങളും ജീവിക്കുന്ന സ്ഥലത്തിനാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. Give some examples of terrestrial habitat. Terrestrial habitat examples ഫോറസ്റ്റ്, പിന്നെ ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ് ആൻഡ് മൗണ്ടൻസ് അവയെല്ലാം ഉദാഹരണങ്ങളാണ്.
വാട്ട് ഈസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്? എന്താ ഈ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആർ സെറ്റ് ടു ലീവ് ഇൻ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്, കരയിൽ ജീവിക്കുന്നവ എന്ന. അടുത്തത് ചോദ്യം, വാട്ട് ഈസ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്? ഇനി അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾക്കത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. വാട്ട് ഈസ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ ആർ സെറ്റ് ടു ലീവ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്. ജലത്തിൽ വളരുന്നവ, അതാ അക്വാട്ടിക് ഹാബിറ്റാറ്റ്. ജലത്തിൽ വളരുന്ന ജീവികളിലാണ് കൂട്ടിയിട്ട് നമ്മൾ പറയുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ ആർ സെറ്റ് ടു ലീവ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്. മത്സ്യങ്ങളൊക്കെ അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ്. വാട്ട് ആർ ആംഫിബിയൻസ്? ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഭയജീവികളാണ് മലയാളത്തിൽ പറഞ്ഞാൽ. സം ആനിമൽസ് സച്ച് ആസ് ഫ്രോഗ്സ് ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. വെള്ളത്തിലും ജീവിക്കാൻ കഴിയും, കരയിലും ജീവിക്കാൻ കഴിയും. ദേ ആർ കോൾഡ് ആംഫിബിയൻസ്. അവയെ നമ്മൾ ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്. സമ്മറി, നമുക്ക് ഈ സമ്മറി ഒന്ന് നോക്കാം. വി ആർ സറൗണ്ടഡ് ബൈ എ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഒരുപാട് തരത്തിലുള്ള പ്ലാന്റും ആനിമൽസും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. സച്ച് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഈസ് എ പാർട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആ ചെടികളും ആ മരങ്ങളും ഒക്കെ ആ ആനിമൽസും ഒക്കെ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാണ്, വൈവിധ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് ദം. പ്ലാന്റ്സിനെ ആനിമൽസിനെയും ഒക്കെ നമ്മൾ തരംതിരിക്കുന്ന അവയുടെ ഇടയിലുള്ള സാജാത്യവും വൈജാത്യവും അനുസരിച്ചിട്ടാണ്, ഡിഫറൻസും സിമിലാരിറ്റി അനുസരിച്ചിട്ടാണ്. പ്ലാന്റ്സ് ഹാവ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് സോ ഓൺ. പ്ലാന്റ്സിന് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒക്കെ ഉണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ? തടിയെ അടിസ്ഥാനപ്പെടുത്തി, ലീവ്സിനെയും ഫ്ലവേഴ്സിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നെ അടുത്തതോ, ദ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ കോമൺ ഫീച്ചർ ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ ഗ്രൂപ്പിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് മെത്തേഡ് ഓഫ് അറേഞ്ചിങ് തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ കോമൺ ഫീച്ചർ ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ്. ഓരോന്നിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ചതിനെ തരംതിരിക്കുന്നതിനാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ് ആൻഡ് ട്രീസ്. അവയെ നമുക്ക് ഹെർബെന്ന് തിരിക്കാം, ഷ്രബെന്നും ട്രീസ് എന്നും ഒക്കെ തിരിക്കാം, ചെടികളെ മരങ്ങളെയൊക്കെ. ബേസ്ഡ് ഓൺ ദെയർ ഹൈറ്റ്, അവയുടെ ഉയരം അനുസരിച്ച്, തടിയുടെ സ്വഭാവം അനുസരിച്ച്. അതാ ടൈപ്സ് ഓഫ് സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് പാറ്റേൺസ്. ഓരോന്നിൻ്റെയും ബ്രാഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്കതിനെ തരംതിരിക്കാം. ഫോർ എക്സാമ്പിൾ, മാവ് ആണെങ്കിൽ മുകളിലാണ് ശാഖകൾ. അതേസമയത്ത് ഹെന്നയ്ക്കാണല്ലോ മൈലാഞ്ചിക്ക് താഴെ നല്ല ശിഖരം പൊട്ടുക. ഹെന്ന ഒരു ഷ്രബാണ്, മാവ് ട്രീയുമാണ്. അതാ കാര്യം കേട്ടോ. ദെൻ പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ബി ഗ്രൂപ്പ്ഡ് ആസ് ഡൈക്കോട്ടിലസ് ആൻഡ് മോണോകോട്ടിലസ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മോണോകോട്ട് ജനറലി എക്സിബിറ്റ് പാരലൽ വീനേഷൻ. മോണോകോട്ടിന് പാരലൽ വീനേഷനാണ്, ഡൈക്കോട്ട്സിന് റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. ഫോർ എക്സാമ്പിൾ, പൂവരശ്, പ്ലാവ്, മാവ് ഇതൊക്കെ റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. പൂവരശിന് തെസ്പേസിയ എന്നാണ് പറയുന്നത്, പ്ലാവിന് ജാക്ക് ട്രീ എന്നാണ് പറയുന്നത്. ആനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി എ ബേസിസ് ഫോർ ദെയർ ഗ്രൂപ്പിംഗ്. മൃഗങ്ങളെ നമുക്കിങ്ങനെ ചലനത്തിന് അടിസ്ഥാനപ്പെടുത്തി അവ നടക്കുന്നതിൻ്റെ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ പറ്റും, ആനിമൽസിനെ അങ്ങനെ തരംതിരിക്കാൻ പറ്റുന്നതാണ്. ബയോഡൈവേഴ്സിറ്റി ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് വേരീസ് ബിക്കോസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എൻവയൺമെൻറ്റൽ കണ്ടീഷൻ. പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥകൾക്കനുസരിച്ചിട്ടാണ് ഓരോ പ്രദേശത്തും ഡിസ്റ്റിങ്ക്റ്റ് എൻവയൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് വേരീസ് ബിക്കോസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എൻവയൺമെൻറ്റൽ കണ്ടീഷൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. അടുത്തത്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് എനേബിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ആർ കോൾഡ് അഡാപ്റ്റേഷൻ. പ്രത്യേക ചില സ്വഭാവങ്ങളുണ്ടായിരിക്കും ഓരോ പ്രദേശത്തും ജീവിക്കാൻ പറ്റിയത്. അങ്ങനെയുള്ള ഇനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് എനേബിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. അത് പഠിക്കണമേ. ദെൻ പ്ലേസ് വെയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലീവ് ഈസ് ദെയർ ഹാബിറ്റാറ്റ്. മൃഗങ്ങളും സസ്യങ്ങളും ജീവിക്കുന്ന പ്രദേശത്തിനാണ് ഇറ്റ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദർ ഹാബിറ്റാറ്റ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക്. കരയിലുള്ള ജീവികൾ, വെള്ളത്തിലുള്ള ജീവികളെന്ന് നമുക്ക് വേർതിരിക്കാം. എങ്ങനെയാണ്? അവ ജീവിക്കുന്ന സാഹചര്യത്തെ നോക്കിയിട്ട്, എവിടെയാണ് ജീവിക്കുന്നതെന്നനുസരിച്ചിട്ട് അല്ലേ. ദെൻ ഡ്യൂ ടു ഡാമേജ് ഓഫ് ദർ ഹാബിറ്റാറ്റൊക്കെ നശിക്കുമ്പം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്
ലീവ് ദെയർ ഹോംസ്, അവർ വീട് വിട്ടു പോകും. ഫുഡ് ആൻഡ് ദ റിസോഴ്സസ് റിസൾട്ടിങ് ഇൻ ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകും. മനസ്സിലായില്ലേ? വി മസ്റ്റ് പ്രൊട്ടക്ട് ദ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ജന്തു വൈവിധ്യത്തെയും സസ്യ വൈവിധ്യത്തെയൊക്കെ പരിപാലിക്കണം. ടു എൻഷുവർ ദാറ്റ് അവർ പ്ലാനറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, ഭൂമിയിൽ ഇഷ്ടംപോലെ ജീവജാലങ്ങൾ ഉണ്ടായിക്കാണുമെന്ന് ആഗ്രഹിക്കണം. ബീയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ആൻഡ് ത്രൈവ്, അവയ്ക്ക് സർവൈവ് ചെയ്യാൻ, അവർക്ക് നിലനിന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാകാൻ നമ്മൾ സഹായിക്കണം. കേട്ടോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.